ഇത് സെക്കൻഡ് ചാപ്റ്ററിലെ ബേസിക് കൺസെപ്റ്റിലെ ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ്, ഒരു വ്യക്തിക്ക് കാർഷിക വരുമാനവും കാർഷികേതര വരുമാനവും ഉണ്ടെങ്കിൽ ആദായ നികുതി അയാളുടെ ഇൻകം ടാക്സ് കണക്കാക്കുന്ന രീതിക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനെ ഭാഗിക സംയോജനം അല്ലെങ്കിൽ പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഇഫ് ആൻ എസ്എസ്സി ഏൺ ബോത്ത് അഗ്രികൾച്ചർ, ഒരു എസ്എസ്സി ഇതിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ആഡഡ്. ഇവിടെ എന്ത് ചെയ്യണം? അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ആഡഡ് ടു ദെയർ ടോട്ടൽ ഇൻകം ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ടാക്സ് ഓൺ നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അതിന് വിച്ച് ഈസ് കോൾഡ് പാർഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പം ഒരു എസ്എസ്സി അഗ്രികൾച്ചറൽ ഇൻകവും നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കൂടി, അഗ്രികൾച്ചറൽ ഇൻകത്തിന്റെ കൂടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകവും കൂടി ആഡ് ചെയ്യണം. അതിനെയാണ് പാർഷ്യൽ ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത്. ഇത് ആപ്ലിക്കബിൾ ആകുന്നത് നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ് 5000 രൂപയിൽ മുകളിൽ നെറ്റ് അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ് ദ എക്സംഷൻ ലിമിറ്റ് 2,50,000. 2,50,000 മുകളിൽ നോൺ അഗ്രികൾച്ചറൽ ഇൻകം വരുന്ന സമയത്താണ് ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽസും ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ആർട്ടിഫിഷ്യൽ ജുഡിസ്റ്റേഷൻ ഓഫ് പേഴ്സൺ, അവർക്കൊക്കെ ഇത് ബാധകമാണ്. ഇനി ദിസ് ഇന്റഗ്രേഷൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ഫോംസ് കമ്പനീസ്. ഈ ഒരു ഇന്റഗ്രേഷൻ കമ്പനീസിന്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്, ലോക്കൽ അതോറിറ്റീസിനൊന്നും ആപ്ലിക്കബിൾ അല്ല. ഇങ്ങനെയുള്ള കേസസിനൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല. ഇനി ദ മാക്സിമം ഒരു ഇൻഡിവിജ്വലിന് 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിക്ക് മാക്സിമം എക്സംഷൻ ലിമിറ്റ്, ടാക്സ് എക്സംഷൻ ലിമിറ്റ് 3 lakh ആയിരിക്കും 60 മുതൽ 80 വയസ്സ് വരെയുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കേസസിൽ. ഇനി 80 മുകളിലുള്ള ഒരു ഇൻഡിവിജ്വലിന് 5 ലക്ഷം രൂപ വരെ എക്സംഷൻ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്റഗ്രേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കൺസെപ്റ്റ് ഓഫ് ക്യാഷ്വൽ ഇൻകം ആണ് പറയുന്നത്. ഈ ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ക്യാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ്വൽ ഇൻകം റെഫേഴ്സ് ടു ദ ടൈപ്പ് ഓഫ് ഇൻകം ദാറ്റ് ഇസ് നോട്ട് റെഗുലർ ഓർ ഡസ് നോട്ട് അറൈസ് ഫ്രം എനി സോഴ്സ് ഓഫ് ഇൻകം. എന്താണ് ക്യാഷ്വൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താണ് ഒരിക്കലും റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം അല്ല. ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു സോഴ്സ് വഴി മാത്രം അറൈസ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ ഡസ് നോട്ട് അറൈസ് ഫ്രം എനി സോഴ്സ് ഓഫ് ഇൻകം. ഇൻകത്തിന്റെ സോഴ്സസിൽ നിന്നല്ലാതെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഇൻകം ഈസ് നോട്ട് accepted to occur regularly and it is considered an important characteristics of term income. എന്ന് വെച്ചാൽ ഇതെല്ലാ കാര്യത്തിലും ഇത് എക്സ്പെക്റ്റഡ് അല്ല. കാരണം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് എക്സാമ്പിൾ ഓഫ് ഒരു ക്യാഷ്വൽ ഇൻകത്തിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആക്സിഡൻഷ്യൽ അല്ലെങ്കിൽ ഫോർഫീച്ചേഴ്സ് റെസീപ്റ്റ്സ്, ലോട്ടറി വിന്നിങ്. ലോട്ടറിയൊക്കെ നമുക്ക് വിൻ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് റെഗുലർ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള
ആക്സിഡന്റൽ ആയിട്ടുള്ള ഒരു ഇൻകം ആണത് അല്ലെ. എന്താണ് അത് ഒരിക്കലും ഒരു റെഗുലർ നേച്ചർ അല്ല അതിന്. അപ്പൊ അതുകൊണ്ട് ഇതിനെയാണ് കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആക്സിഡൻഷ്യൽ ഓർ ഫോർഫിഷ്യസ് ഫോർട്യൂഷ്യസ് എന്താണ് ഫോർട്യൂഷ്യസ് റെസീപ്റ്റ്, ലോട്ടറി വിന്നിങ്സ്, ക്രോസ് വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ്, betting remuneration for being an arbitrator, reward for finding lost children, winning from horse races or others races. ഇതൊക്കെയാണ് നമ്മൾ ഈ കാഷ്വൽ ഇൻകത്തിന് ഉൾപ്പെടുത്തുന്നത്. ആൻഡ് പ്രൈസസ് ഫോർ കോയിൻ, സ്റ്റാമ്പ് ഓർ ഗാർഡനിങ് കളക്ഷൻ. Any income received from these sources are subject to the tax rate of 30% and no deduction for expenses are followed. എന്താണ് ഇങ്ങനെയുള്ള ഇൻകം നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താണ് 30% നമ്മൾ എന്ത് കൊടുക്കണം? സബ്ജക്ട് ടു ദ ടാക്സ് റേറ്റ് 30% നമ്മൾ ഇൻകം റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം? നോ എക്സ്പെൻസസിന്ന് എന്താണ് ഇത് ഡിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ. കാഷ്വൽ ഇൻകം ഈസ് നോൺ റിക്കറിംഗ് ഇൻകം ദാറ്റ് ഈസ് ആക്സിഡൻഷ്യൽ ഓർ അൺഎക്സ്പെക്ടഡ് സച്ച് എസ് ഇൻകം ഫ്രം ബെറ്റിംഗ്, ലോട്ടറി വിന്നിങ്സ്, പ്ലേയിങ് കാർഡ്സ്. അപ്പോ 10,000 രൂപ, ദ മാക്സിമം എമൗണ്ട് ഓഫ് കാഷ്വൽ ഇൻകം അപ്പ് റുപ്പീസ് 10,000 ഫ്രം ഹോഴ്സ് റേസിംഗ് ഇസ് എക്സംപ്റ്റ്. 10,000 രൂപ വരെയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെന്താണ് ടാക്സ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എനി എമൗണ്ട് എക്സീഡിങ് ദിസ് വിൽ ബി ടാക്സബിൾ അണ്ടർ ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പം ഇനി അതിൽ കൂടുതൽ എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതെന്താണ് ടാക്സബിൾ ആണ്. എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സസിന്റെ അണ്ടറിൽ അതെന്താണ് ടാക്സ്, അതിന്റെ കീഴിൽ ടാക്സബിൾ ആണ്. കാഷ്വൽ ഇൻകം ഈസ് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 30% ആണ് ഇതിന്റെ എന്താണ് ടാക്സ് റേറ്റ്. ഇനിയും എക്സ്പെൻസസ് ഇൻക്ലൂഡഡ് ഇൻ റിസീവിംഗ് സച്ച് ഇൻകം കനോട്ട് ബി. അപ്പൊ എന്തെങ്കിലും എക്സ്പെൻസസ് ഈ ഇൻകവുമായി ബന്ധപ്പെട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഡിഡക്ട് ചെയ്യില്ല. കാഷ്വൽ ലോസസ് കനോട്ട് ബി സെറ്റ് ഓഫ് എഗൻസ്റ്റ് എനി ഇൻകം. അതിൽ കാഷ്വൽ ലോസസ് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല? സെറ്റ് ഓഫ് ചെയ്യില്ല എഗെയിൻസ്റ്റ് എൻ ഇൻകം. പേഴ്സണൽ ഗിഫ്റ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് അതൊരിക്കലും ഇൻകത്തിൽ കൂട്ടുകയും ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് കൺസെപ്റ്റ് ഓഫ് കാഷ്വൽ ഇൻകത്തിൽ പറയാനുള്ളത്. ഇനി ഫോളോവിങ് ഇൻകംസ് ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് കാഷ്വൽ ഇൻകം. ഇനി പറയുന്ന ഇൻകം എന്താണ്? ഇനി പറയുന്നത് ദ ഫോളോവിങ് ആർ നോട്ട് കൺസിഡർഡ് കാഷ്വൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാത്ത ആൻഡ് ആർ ടാക്സബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒന്ന്, പേയ്മെന്റ് മെയ്ഡ് അണ്ടർ ആൻ എഗ്രിമെന്റ് ഫോർ ലിവിംഗ് separately as maintenance allowance, capital gains or received from business or profession, receipts such as bonus, gratuity, perquisites received by salaried individuals, voluntary payments such as tips are made of waiters or excess money than prescribed free of any services giving the client. ഇത്രയും കാര്യങ്ങൾ എന്താണ് കാഷ്വൽ ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യില്ല ആൻഡ് ആർ ടാക്സബിൾ ആണ്. ഇനി നെക്സ്റ്റ്
നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് ആണ് പറയുന്നത്. ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് എന്ന് വെച്ചാൽ distinction between capital and revenue receipt is important for accounting and tax purposes. Capital expenditure refers to purchase of durable assets and shown asset side of the balance sheet. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, നമ്മുടെ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, ഡ്യൂറബിൾ അസറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയേഴ്സ് ഈസ് കൺസിഡേർഡ് ഔട്ട്ലൈൻ ആൻഡ് ഷോൺ ഇൻ ദ ഡെബിറ്റ്. എക്സ്പെൻഡിച്ചർ ഇപ്പൊ റിപ്പയേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് റുട്ടീൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെന്ത് ചെയ്യും, ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. റെസിപ്റ്റ് ഫ്രം ഡിസ്പോസിംഗ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആർ ക്ലാസിഫൈഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് while fees of profession services are revenue nature. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഫഷൻ ചെയ്യുമ്പോൾ, ഒരു സർവീസ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടുന്ന ഫീ നമ്മൾ റവന്യൂ റെസിപ്റ്റ് നേച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് ഇവിടെ എന്താണ് നമുക്ക് എങ്ങനെയാണ് ഒരു ഗൈഡ് ലൈൻസ് ഫോർ ഡിറ്റർമൈനിങ് ദ നേച്ചർ ഓഫ് റെസിപ്റ്റ് ആർ ഡിസ്കസ്ഡ്. റെസിപ്റ്റിന്റെ നേച്ചർ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. റെസിപ്റ്റ് ഓൺ ദ ഡിസ്പോസൽ ഓഫ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇൻ റവന്യൂ റെസിപ്റ്റ് വൈൽ ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ് റെസിപ്റ്റ് ഓൺ ദ ഡിസ്പോസൽ ഓഫ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ സ്റ്റോക്ക്, ഒരു ട്രേഡിന് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് അതിന്റെ ക്യാപിറ്റൽ ഒക്കെ റവന്യൂ റെസിപ്റ്റ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റ് ഇസ് ക്യാപിറ്റൽ നേച്ചർ ആണ്. ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ നേച്ചർ ആണ്. അതുപോലെ തന്നെ സ്റ്റോക്ക്, ട്രേഡിന് ആവശ്യമുള്ള സ്റ്റോക്ക് റവന്യൂ റെസിപ്റ്റ് ആണ്. എന്താണ് ഡിസ്പോസൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻ നേച്ചർ ആണ്. നെക്സ്റ്റ്, റെസിപ്റ്റ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഴ്സ് ഓഫ് ഇൻകം ഈസ് ക്യാപിറ്റൽ നേച്ചർ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻകത്തിന്റെ സോഴ്സ്, അത് നമ്മൾ റെസിപ്റ്റിന്റെ എന്താണ് സോഴ്സ് ഓഫ് ഇൻകം ക്യാപിറ്റൽ നേച്ചറും എമൗണ്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻകം ഇൻ റവന്യൂ, നമ്മൾ ഇൻകത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് റവന്യൂ റെസിപ്റ്റും, അതുപോലെ തന്നെ റെസിപ്റ്റിന് വേണ്ടിയിട്ട് ഇൻകം എന്ത് ചെയ്യാണ് സോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ നേച്ചറുമാണ്. Next, the motive of the seller is deciding factor is determine the nature of receipt for isolated transaction of purchase and sale of property. Next, the sum is received for the surrender of certain rights. ചില റൈറ്റ്സ് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സം റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. സം ഈസ് റിസീവ്ഡ് ഇൻ നേച്ചർ, എന്തെങ്കിലും ലോസ് ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ലോസസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആവുക, അപ്പൊ അതിന് കോമ്പൻസേഷൻ നേച്ചർ കൊടുക്കുന്നത്, അതിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് എന്തെങ്കിലും സം റിസീവ് ചെയ്യുകയാണെങ്കിൽ സം ഈസ് റിസീവ്ഡ് ഇൻ ദ നേച്ചർ ഓഫ് കോമ്പൻസേഷൻ. നമുക്ക് എന്തെങ്കിലും നഷ്ടം, ഫ്യൂച്ചറിൽ എന്തെങ്കിലും നഷ്ടം ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നഷ്ടം ഫ്യൂച്ചറിലേക്കുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ആയി പോയി, അങ്ങനെയുള്ള കേസസിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് നമ്മൾ റിസീവ് ചെയ്യുന്ന ആ എമൗണ്ട് നമ്മൾ എന്താണ് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇത്രയാണ് നേച്ചർ ഓഫ് റെസിപ്റ്റ്, ഡിറ്റർമൈൻ ദ നേച്ചർ ഓഫ് റെസിപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ നെക്സ്റ്റ് നമ്മൾ എക്സാമ്പിൾസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ റെസിപ്റ്റ് ആണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റില് എക്സാമ്പിൾസിൽ റിസീവിംഗ് ഫണ്ട് ടു മീറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് മീറ്റ് ചെയ്യുന്ന ഫണ്ട്സ് അത്
റിസീവിംഗ് ഫണ്ട് ടു മീറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സ്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ സസ്പെൻഡഡ് എക്സ്പോർട്ട് ലൈസൻസസ്. അതുപോലെ പാക്ഡി ഫോർ ഗ്രാൻഡിങ് മന്ത്ലി ടെനൻസീസ്. പ്രോഫിറ്റ് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സേഷൻ ആൻഡ് ഓർ സെയിൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. പിന്നെ എൻട്രൻസ് ഫീ ഓഫ് ന്യൂ ഷെയർസ്. സെയിൽ ഓഫ് അസറ്റ് ഡ്യൂറിംഗ് കോൺവെർസേഷൻ ഓഫ് ദ കമ്പനി. കോമ്പൻസേഷൻ ഓഫ് റിലിങ്ക്വിഷിംഗ് പാർട്ട്ണർഷിപ്പ് റൈറ്റ്സ്. ഇങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെയുള്ളതാണ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റെസീപ്റ്റിന്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് റെസിപ്റ്റ് ഇൻക്ലൂഡ് ഫണ്ട്സ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ എന്താണ് ഫണ്ട്സ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതുപോലെ കോമ്പൻസേഷൻ ഫോർ സസ്പെൻഡഡ് എക്സ്പോർട്ട് ലൈസൻസസ്. എന്തെങ്കിലും എക്സ്പോർട്ട് ലൈസൻസസ് ഒക്കെ സസ്പെൻഡഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോമ്പൻസേഷൻ. അതുപോലെ തന്നെ അങ്ങനെ കോമ്പൻസേഷൻ പാർട്ട്ണർഷിപ്പ് റൈറ്റ്സ് റീലിങ്ക്വിഷിംഗ് ചെയ്യുമ്പോഴുള്ള കോമ്പൻസേഷൻ. അതൊക്കെയാണ് എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റിന്റെ എക്സാമ്പിൾ. ഇനി എക്സാമ്പിൾ ഓഫ് റവന്യൂ റെസിപ്റ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഗവൺമെന്റ് കോമ്പൻസേഷൻ ഫോർ കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ്. എന്താണ് ഗവൺമെന്റിൽ നിന്ന് ഇൻകം ഫ്രം എന്താണ് ഗവൺമെന്റ് കോമ്പൻസേഷൻ ഓഫ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ്. ഡാമേജസ് ഫോർ ഡിലേഡ് റിപ്പയേഴ്സ്. എന്തെങ്കിലും നേരത്തെ റിപ്പയർ ചെയ്യാൻ ഡിലേ വെച്ചതിന്റെ ഡാമേജസിന്റെ ഇത്. പിന്നെ സെയിൽ ഓഫ് ഇമ്പോർട്ട് എൻടൈറ്റിൽമെന്റ്സ് ഫോർ എക്സ്പോർട്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആന്വിറ്റി റെസിപ്റ്റ് ഓഫ് ട്രാൻസ്ഫറിങ് ക്യാപിറ്റൽ അസറ്റ്സ്. ഇതൊക്കെയാണ് റവന്യൂ റെസിപ്റ്റിന്റെ എക്സാമ്പിൾസ്. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ്, കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി ആണ് പറയുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി. ഇവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി ആണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഇവിടെ ഈ റെസിഡൻഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Section 4 of the Income Tax Act charges tax on person income of the previous year at the rate fixed on the assessment year. നമുക്കറിയാം എന്താണ് സെക്ഷൻ 4 അനുസരിച്ച് ഇൻകം ടാക്സ് ആക്ട് ചാർജ് ചെയ്യുന്ന ടാക്സ് എന്ന് പറഞ്ഞൊരു പേഴ്സന്റെ ഇൻകത്തിന്റെ പ്രീവിയസ് ഇയറിലെ എന്താണ് പ്രീവിയസ് ഇയറിലെ ഇൻകം ആണ് ഒരു പേഴ്സന്റെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അറ്റ് ദ റേറ്റ് ഫിക്സഡ് ഫോർ അസസ്മെന്റ് ഇയറിൽ എത്രയാണോ അതിന്റെ റേറ്റ് ഫിക്സ് ചെയ്തത് അതനുസരിച്ചിട്ട്. ടാക്സ് ലൈബിലിറ്റീസ് ഡിറ്റർമൈൻ ബേസ്ഡ് ഓൺ ദ പേഴ്സൺസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഒരു ടാക്സ് ലൈബിലിറ്റി ഒരു വ്യക്തിയുടെ ഒരു പേഴ്സന്റെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ താമസിച്ച റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയുടെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ അയാള് ഇന്ത്യയിൽ താമസിച്ചതിന്റെ ബേസിസിലാണ് ഒരു പേഴ്സന്റെ ടാക്സ് ലൈബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഐഡന്റിഫൈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വിച്ച് ക്യാൻ ചേഞ്ച് ഈച്ച് ഇയർ. എന്ന് വെച്ചാൽ ഓരോ വർഷവും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒരു പേഴ്സന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. ദ സെയിം സ്റ്റാറ്റസ് അപ്ലൈസ് ടു ഓൾ സോഴ്സ് ഓഫ് ഇൻകം ബട്ട് ദ റൂൾസ് ഓഫ് ഡിറ്റർമിനിങ് ഇറ്റ് ഡിഫർ ഫോർ ഇൻഡിവിജ്വൽസ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ റൂൾസും ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെന്റ് ആയിരിക്കും. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എനിക്ക് ഡിഫറെന്റ് ആയിരിക്കും, ഓരോ ഇൻഡിവിജ്വൽസിന് ഡിഫറെന്റ് ആയിരിക്കും, ഫെയിംസിന് ഡിഫറെന്റ് ആയിരിക്കും, കമ്പനീസിന് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഇന്ന് ഈ 3rd ചാപ്റ്റർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം
ഫസ്റ്റ് കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. Section 5 of the income tax explain the scope of the person total income based on their residence in India during the previous year. അപ്പൊ ഒരു വ്യക്തി, ഒരു പേഴ്സന്റെ ടോട്ടൽ ഇൻകം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ഇന്ത്യയിൽ ഇപ്പൊ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ താമസിച്ച റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ് സെക്ഷൻ 5 ഓഫ് ഇൻകം ടാക്സ് ആക്ടിലെ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 3 കാറ്റഗറീസ് ആണ് ടാക്സബിൾ എൻറ്റൈറ്റീസ്. അപ്പൊ 3 കാറ്റഗറീസ് ആണ് ഈ കാറ്റഗറീസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ, ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് നോട്ട് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ ആൻഡ് നോൺ റെസിഡൻസ് ഇൻ ഇന്ത്യ. ദ പേഴ്സൺ കാറ്റഗറീസ് ഡിറ്റർമിൻ ബൈ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ ഒരു പേഴ്സണ് എന്താണ് ഒരു പേഴ്സണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഈ 3 കേസസിലാണ്: ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ, നോട്ട് ഓർഡിനറി റെസിഡൻസ് ഇൻ ഇന്ത്യ, നോൺ റെസിഡൻസ് ഇൻ ഇന്ത്യ. ഇങ്ങനെ 3 കേസസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ദ റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആർ ഡിവൈഡഡ് 4 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് അസസി. അപ്പോൾ ഇവിടുത്തെ റൂൾസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റൂൾസ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് ഈ അസസിന്ന് അസസിയുടെ ടൈപ്പിന്റെ ബേസിസിലാണ്. അപ്പൊ അസസി തന്നെ പല ഗ്രൂപ്പ്സ് ആയിട്ടുണ്ടാവും. ഇൻഡിവിജ്വൽസ് ഉണ്ട്, നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസ്, അതിനകത്ത് വരുന്നതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫെയിംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓർ പേഴ്സൺ, പിന്നെ കമ്പനി ആൻഡ് എവറി അതർ പേഴ്സൺ. ഇതെല്ലാം എന്താണ്? ഈ അസസി ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് അസസിയുടെ ബേസിസിൽ അസസിനെ ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ബേസിസിലുള്ളതാണ്. അപ്പം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ അസസി. അസസിയുടെ ബേസിസിൽ തരംതിരിച്ചിരിക്കുന്നതാണ്. എന്ത് തരംതിരിച്ചിട്ടുണ്ട്? അതാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ രീതിയിലാണ്, എത്ര ടൈപ്സ് ഓഫ് അസസി ഉണ്ട്? ഇൻഡിവിജ്വൽസ് ഉണ്ട്, നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസ്. ഈ നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസിൽ വരുന്നതാണ് സച്ചസ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫെയിംസ്, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. നെക്സ്റ്റ് കമ്പനീസ് ആൻഡ് എവറി അതർ പേഴ്സൺ. അപ്പോ ഇനി നമുക്ക് റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാം. ഇൻഡിവിജ്വലിന്റെ കേസാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ദ റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആർ ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്. 4 ഗ്രൂപ്പ്സ് ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റൂൾസ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. 4 ഗ്രൂപ്പ്. അതെന്താ? ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് അസസി. അസസീസിന്റെ ബേസിസിലാണ്, അസസിയുടെ ടൈപ്സിന്റെ ബേസിസിലാണ്. പലതരത്തിലുള്ള അസസി ഉണ്ട്. അതിന്റെ ബേസിസിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനകത്തുള്ള വ്യക്തികളാണ് ഒന്ന് ഇൻഡിവിജ്വൽസ്. അസസിയുടെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉള്ളത്. ഇൻഡിവിജ്വൽസ്, നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസ്, കമ്പനീസ് ആൻഡ് എവറി അതർ പേഴ്സൺ. ഇങ്ങനെ 4 ഉള്ളത്. ഈ 4 ഫസ്റ്റ് റൂള് പറയുന്നത് റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻഡിവിജ്വലിന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസീസ് ഹാവ് സെപ്പറേറ്റ് റൂൾസ് ഡിറ്റർമൈനിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ ഓരോ അസസീസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസി ഉണ്ടല്ലോ. ഈ ഓരോ അസസിക്കും സെപ്പറേറ്റ് റൂൾസ് ആണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന് സെപ്പറേറ്റ് റൂൾസ് ആണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സെക്ഷൻ 6 സബ്സെഷൻ 1 ആണ് ഇൻഡിവിജ്വൽസ് വരുന്നത്.
സെക്ഷൻ 6 സബ്സെഷൻ 2 ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി വരുന്നത്. അതിനകത്ത് വരുന്നതാണ് ഫെയിംസ്, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഒക്കെ അതിനകത്ത് വരും. നെക്സ്റ്റ് സെക്ഷൻ 6 സബ്സെഷൻ 3 ആണ് കമ്പനീസ് വരുന്നത്. സെക്ഷൻ 6 സബ്സെഷൻ 4 ആണ് എവറി അതർ പേഴ്സൺ വരുന്നത്. അങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 4 ടൈപ്സ് ഓഫ് അസസിക്കും 4 ടൈപ്സ് ഓഫ് റൂൾ ആണ്. റൂൾസ് എന്താണ്, സെപ്പറേറ്റ് റൂൾസ് ആണ് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ പറയാണ്. ഫസ്റ്റ് ഇൻഡിവിജ്വൽസിന്റെ പറയാണ്. ഇൻഡിവിജ്വൽ ആണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് അസസി. അപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ കാര്യമാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇൻഡിവിജ്വലിന്റെ കേസസിൽ പറയുകയാണെങ്കിൽ an individual residential status is determined based on the rules of Income Tax Act. Income Tax Act അനുസരിച്ചാണ് ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി റിസൾട്ട് ഇൻ വൺ ഫോളോയിങ് സ്റ്റാറ്റസസ്. അതിനകത്ത് വരുന്ന സ്റ്റാറ്റസസ് ഒന്ന് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. ഇങ്ങനെ 3ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി റെസിഡൻഷ്യൽ പദവി 3 തരത്തിലാകാം. എങ്ങനെയാണ്? താമസക്കാരനും സാധാരണ താമസക്കാരൻ, അതാണ് റെസിഡന്റ് എന്ന് പറയുന്നത്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ് ഫസ്റ്റിൽ പറയുന്നത്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ് ഫസ്റ്റത്തെ സ്റ്റാറ്റസ്. അപ്പോൾ ഇൻഡിവിജ്വലിന്റെ ഫസ്റ്റത്തെ സ്റ്റാറ്റസിൽ പറയുന്നത് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണ് ഫസ്റ്റത്തെ സ്റ്റാറ്റസിൽ പറയുന്നത്. An individual residential status is determined by Section 6 subsection 1 and Section 6 subsection 6 of the Income Tax Act. Section 6(1) has 2 basic conditions. നമ്മുടെ റെസിഡന്റ് ഇൻഡിവിജ്വലിന്റെ നമുക്കറിയാം സെക്ഷൻ 6 സബ്സെഷൻ 1 കണ്ടെയ്ൻ ടെസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെന്ന് അറിയാം. സെക്ഷൻ 6 സബ്സെഷൻ 1 ആണ് ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ ടാക്സസിന്റെ റൂള്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റൂള്. അപ്പൊ ഇതിനകത്ത് അതുപോലെ തന്നെ സെക്ഷൻ 6 സബ്സെഷൻ 6A വരെ ഉണ്ട് ഇതിനകത്ത്. അത് സെക്ഷൻ 6 സബ്സെഷൻ 1 ഹാസ് 2 ബേസിക് കണ്ടീഷൻ ആണ് സെക്ഷൻ 6 സബ്സെഷൻ 1 പറയുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 6 സബ്സെഷൻ 6 വേറെ അഡീഷണൽ 2 കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. അപ്പോ ഒരു ഇൻഡിവിജ്വല് കൺസിഡർ ദ റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഒരു ഇൻഡിവിജ്വല് റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇഫ് ദേ ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിവിജ്വല് റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ 6 സബ്സെഷൻ 1 2 ബേസിക് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 ബേസിക് കണ്ടീഷനിൽ നിന്ന് ഒരു ബേസിക് കണ്ടീഷനെങ്കിലും ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഇതാണ് ഇൻഡിവിജ്വല് എന്താണ് ഒരു ഇൻഡിവിജ്വല് റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്ന് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷനെങ്കിലും ഫുൾഫിൽ ചെയ്യണം, അല്ലെങ്കിൽ ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. ഇനി നമുക്ക് ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Section 6 subsection 1 of the Income Tax Act set out 2 basic conditions to determine an individual residential status. ഒരു ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സെക്ഷൻ 6 സബ്സെഷൻ 1 2 ബേസിക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വല് താമസക്കാരനായി കണക്കാക്കണമെങ്കിൽ താഴെ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ താമസക്കാരനായിട്ട് കണക്കാക്കണമെങ്കിൽ ഈ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ്, ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ഫിസിക്കലി പ്രസന്റ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ ഡ്യൂറിംഗ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ ഓർ. ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ
താമസിക്കുക. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ബേസിക് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്, ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അസസ്മെന്റ് ഇയറിൽ കുറഞ്ഞത് 182 ദിവസമോ അല്ല, അസസ്മെന്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കുറഞ്ഞത് 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുക. അതാണ് ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി ഫിസിക്കലി പ്രസന്റ് ഇൻ ഇന്ത്യ പീരീഡ് ഓഫ് 182 ഡേയ്സ് ഓർ മോർ ഡ്യൂറിംഗ് ദ റിലവന്റ് പ്രീവിയസ് ഇയർ. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത്. 182 ദിവസം അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുക. എന്നാൽ മാത്രമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, ദ ഇൻഡിവിജ്വൽ മസ്റ്റ് ബി പ്രസന്റ് ഇൻ ഇന്ത്യ ഫോർ ദ പീരീഡ് 60 ഡേയ്സ് ഓർ മോർ 182 days in some special circumstances during the relevant previous year and 365 days or more during the 4 years immediately preceding the relevant previous year. നെക്സ്റ്റ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 60 ദിവസം ഇന്ത്യയിൽ താമസിക്കുകയും കൂടാതെ ആ സാമ്പത്തിക വർഷത്തിന് തൊട്ടു മുമ്പുള്ള 4 വർഷങ്ങളിൽ കുറഞ്ഞത് 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. ഒന്നല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ മസ്റ്റ് പ്രസന്റ് ഇന്ത്യ 182 ഒരു 60 ദിവസം, കുറഞ്ഞത് 60 ദിവസമെങ്കിലും താമസിക്കണം. ഇനി കൂടാതെ ആ സാമ്പത്തിക വർഷത്തിന് തൊട്ടു മുമ്പുള്ള സാമ്പത്തിക വർഷത്തില് 4 വർഷത്തില് 365 ദിവസമെങ്കിലും എന്ന് വെച്ചാൽ ആ സാമ്പത്തിക വർഷത്തിന് തൊട്ടു മുമ്പുള്ള 4 വർഷങ്ങളിൽ പ്രീവിയസ് ഇയറിലെ 4 വർഷങ്ങളില് 365 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുക. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഒന്നല്ലെങ്കിൽ 182 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇന്ത്യയിൽ താമസിക്കണം, അല്ലെങ്കിൽ 60 ദിവസം, അതിന്റെ മുൻപത്തെ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സോ അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളില് എന്ത് ചെയ്യണം, വർഷത്തിന് തൊട്ട് മുമ്പുള്ള ചിലപ്പോൾ 60 ദിവസം ഇന്ത്യയിൽ താമസിക്കും. കൂടാതെ ആ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളില് 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. അതാണ് ബേസിക് കണ്ടീഷനിൽ പറയുന്നത്. ഇനി ഇവിടെ പറയുന്ന വേറൊരു കേസ്, ഇനി ഇവിടെ എക്സംഷൻ ടു ദ ബേസിക് കണ്ടീഷൻ. ചില കേസസിൽ ഈ ബേസിക് കണ്ടീഷൻസ് എക്സംഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ പൗരൻ ജോലി ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി, ഇവിടെ പറയുന്നത് എന്താണ്, for an individual who is citizen of India, if they leave India during the previous year as the member of the crew of the Indian ship for purpose of employment outside India. അപ്പൊ ഷിപ്പില് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ എംപ്ലോയ്മെന്റിന്റെ ആവശ്യത്തിനായിട്ട് ഇന്ത്യ വിട്ടു പോവുകയാണ്. they must fulfill basic condition നമ്പർ. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തി എന്ത് ചെയ്യണം, they must fulfill basic condition നമ്പർ 2 ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. ഓൺലി അയാൾ അയാൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ വ്യവസ്ഥയിൽ 60 ദിവസത്തിന് പകരം ഈ 60 ദിവസം, ഒന്നല്ലെങ്കിൽ 60 ദിവസം അല്ലെങ്കിൽ 60 ദിവസം അതിന് പകരം 182 ദിവസം പരിഗണിക്കും എന്ന് പറയുന്നത്. ഇവിടെ only if they are India for at least instead of 60 days. എന്താണ് ഇവിടെ only if they are India for at least 182 days instead of 60 days.
അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ പേഴ്സൺ ഇന്ത്യൻ origin and already outside Indian visit India during the previous they must fulfill basic condition number 2 only if they are India for the at least 182 days instead of 60 days. ഈ രണ്ട് കേസസിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഒരു ഇന്ത്യൻ പൗരൻ ജോലി ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരനോ ഇന്ത്യൻ വംശജനോ ആയ ഒരാൾ ഇന്ത്യ സന്ദർശിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ കപ്പലിലെ ജീവനക്കാരനായി ഇന്ത്യ വിടുകയാണെങ്കിൽ എന്താണ് ബേസിക് കണ്ടീഷൻ? മുകളിൽ പറഞ്ഞ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ആണ് 60 ദിവസത്തിന് പകരം 182 ദിവസം പരിഗണിക്കും. മനസ്സിലായോ? ഡേയ്സിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് 182 ഡേയ്സ് അറ്റ്ലീസ്റ്റ് 82 ഡേയ്സ് 182 ഡേയ്സ് ഇന്ത്യയിൽ നിന്നാൽ മതി. അതാണ് അവരുടെ കണ്ടീഷനിൽ അവരുടെ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്നുള്ളത് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യണം. നെക്സ്റ്റ് കണ്ടീഷൻ ഓഫ് പാർട്ട് 2 അഡീഷണൽ കണ്ടീഷൻ ആണ് പറയുന്നത്. നമ്മൾ കണ്ടീഷൻ പാർട്ട് 1 ബേസിക് കണ്ടീഷൻ ആണ് പറഞ്ഞത്. നമ്മൾ പറയുന്നത് കണ്ടീഷൻ പാർട്ട് 2 അഡീഷണൽ കണ്ടീഷൻ ആണ് പറയുന്നത്. ഇത് എ പേഴ്സൺ വിൽ നോട്ട് കൺസിഡർഡ് എ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഒരു പേഴ്സൺ റെസിഡന്റ് അല്ല, നോട്ട് ഓർഡിനറി. എ പേഴ്സൺ വിൽ ബി കൺസിഡർ, ഒരു പേഴ്സൺ റെസിഡന്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ഹി വിൽ ഫുൾഫിൽ. എന്ന് വെച്ചാൽ ഒരു വ്യക്തി എന്താണ് ഇപ്പോ എന്താണ് ഒരു വ്യക്തി റെസിഡന്റും ആണ്, ഒരു വ്യക്തി താമസക്കാരനുമാണ്, അതുപോലെ തന്നെ സാധാരണ താമസക്കാരനുമായി കണക്കാക്കണമെങ്കിൽ അതാണ് അതാണ് ഒരു വ്യക്തി താമസക്കാരനുമാണ്, അതുപോലെ തന്നെ സാധാരണ താമസക്കാരനുമാണെന്ന് കണക്കാക്കണമെങ്കിൽ അതിന് കുറച്ച് അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട്. എ പേഴ്സൺ വിൽ ബി കൺസിഡർ റെസിഡന്റ് ആണ്. റെസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് താമസക്കാരനും, ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. എന്താണ് നോട്ട് ഓർഡിനറി ഇൻ ഇന്ത്യ ഹി വിൽ ഫുൾഫിൽ ഫോളോയിങ് കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ആണ്, അതാണ് അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത്. അത് എന്താണ് കണ്ടീഷൻ ഓഫ് പാർട്ട് 2 ഓർ അഡീഷണൽ കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെഷൻ 6A പറയുന്നത് എ പേഴ്സൺ വിൽ ബി കൺസിഡർഡ് എ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ഹി ഷീ ഫുൾഫിൽ എനി ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ. അതിനകത്ത് പറയുന്ന കാര്യം ഒന്ന്, if he she has been resident in India for at least 2 out of 10 years preceding the year previous year, and if she has been in India for a period adding up to 730 days or more during the 7 years preceding the previous year. അത് പറയുന്നത് നമ്മളുടെ ഈ പ്രസക്തമായിട്ടുള്ള സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ കുറഞ്ഞത് എന്ന് വെച്ചാല് എന്താണ് പ്രിസൈഡിങ് ഇയറിന് മുൻപുള്ള പ്രീവിയസ് ഇയറില് പ്രിസൈഡിങ് എന്താണ് പ്രസക്തമായ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസക്കാരനായിരിക്കുക. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. എന്താണ് അഡീഷണൽ കണ്ടീഷനിലെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് പ്രിസൈഡിങ് ഇയറിലെ മുൻപുള്ള സാമ്പത്തിക വർഷത്തിന് പ്രിസൈഡിങ് ആയിട്ടുള്ള സാമ്പത്തിക വർഷത്തിന് മുൻപുള്ള പ്രീവിയസ് ആയിട്ടുള്ള 7 വർഷങ്ങളിൽ കുറഞ്ഞത് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിരിക്കുക. അതാണ് സെക്ഷൻ എന്താണ് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത്. പാർട്ട് 1 നേരത്തെ പറഞ്ഞത് കണ്ടീഷൻ പാർട്ട് 1 ബേസിക് കണ്ടീഷൻ ആണ്. ഇത് കണ്ടീഷൻ പാർട്ട് 2 അഡീഷണൽ കണ്ടീഷൻ. അപ്പം പ്രസക്തമായ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള പ്രിസൈഡിങ് ഇയറിന് തൊട്ട് മുമ്പുള്ള
10 വർഷങ്ങളിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസക്കാരനായിരിക്കണം. അല്ലെങ്കിൽ എന്താണ് പ്രിസൈഡിങ് സാമ്പത്തിക വർഷത്തിന് തൊട്ടു മുമ്പുള്ള 7 വർഷം കുറഞ്ഞത് 730 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിക്കുക. ഇതാണ് ഇവിടെ പറയുന്നത്. ഈ രണ്ട് അധിക വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ കഴിയാതെ വരുന്ന ഒരു താമസക്കാരനാണെങ്കിലും സാധാരണ താമസക്കാരനല്ലാത്തയാൾ ആയി കണക്കാക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ രണ്ട് കാര്യങ്ങള് 10 വർഷത്തിൽ 2 വർഷം അല്ലെങ്കിൽ 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിക്കണം. അപ്പോ ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളെ നമുക്ക് എന്താ, സാധാരണ താമസക്കാരനാണെങ്കിൽ പോലും സാധാരണ താമസക്കാരനല്ലാത്തയാൾ ആയിയാണ് കണക്കാക്കുള്ളൂ. അതാണ് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത്. എന്ന് വെച്ചാൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 2 ഓർ അഡീഷണൽ കണ്ടീഷനിൽ പറയുന്നത്. പിന്നെ ഇനി ഇവിടെ പറയുന്ന വേറൊരു കാര്യം, സ്റ്റേ ഇൻ ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ, ടു ഫുൾഫിൽ ദ റിക്വയർമെന്റ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ, ഇപ്പൊ 182 ഡേയ്സ് അവർ ഫുൾഫിൽ ചെയ്തു എന്ന് വിചാരിച്ചു. ഇത് ദ സ്റ്റേ നീഡ് നോട്ട് ബി കണ്ടിന്യൂസ് ഓർ ദ സെയിം പ്ലേസ്, സെയിം സ്ഥലത്ത് തന്നെ അവര് എന്താണ് സ്റ്റേ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ബട്ട് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ, പക്ഷെ ഇന്ത്യയിൽ ടോട്ടൽ ആയിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിൽ അറ്റ്ലീസ്റ്റ് 180 ഡേയ്സ് സ്റ്റേ ചെയ്യണം എന്നുള്ളൂ. ആ ഡ്യൂറേഷൻ പീരീഡ് കംപ്ലീറ്റ് ആവണം എന്നുള്ളൂ. ബട്ട് ദ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഷുഡ് അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് വേണം എന്നുള്ളൂ. സിമിലർലി ടു മീറ്റ് ദ കണ്ടീഷൻ ഓഫ് സ്റ്റേ ഇൻ 365 ഡേയ്സും, പിന്നെ അതുപോലെ തന്നെ കണ്ടീഷൻ 365 ഡേയ്സ് മോർ ഡ്യൂറിംഗ് ദ 4 years ഓഫ് പ്രിസൈഡിംഗ് പ്രീവിയസ് ഇയർ ദ സ്റ്റേ കുഡ് റെഗുലർ ഓർ റെഗുലർ ടോട്ടൽ ഡ്യൂറേഷൻ സ്റ്റേ ഡ്യൂറിംഗ് ദ 4 years. എന്ന് വെച്ചാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാം. പക്ഷെ 365 ദിവസത്തിന്റെ കേസസിലാണെങ്കിലും 365 ഡേയ്സിന്റെ കേസസിലാണെങ്കിലും റെഗുലർ ആയിട്ടും ഇറഗുലർ ആയിട്ടും നമുക്ക് എന്താണ് നമുക്ക് ഈ 4 വർഷത്തിനുള്ളിൽ 365 ദിവസം അല്ലെങ്കിൽ മോർ നമുക്ക് സ്റ്റേ ചെയ്യാം. ആ ഡേയ്സ് ഫുൾഫിൽ ആവണം എന്നുള്ളൂ. ദ പീരീഡ് ഓഫ് 4 years preceding the previous year refer to period 12 calendar month each immediately preceding the relevant previous year. ഇതാണ് പറയുന്നത്. ഇനി അപ്പോ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാം, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ അത് റെഗുലർ ആയിട്ടോ ഇറഗുലർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം. പക്ഷെ ആ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം. 182 എന്ന് പറയുന്നത് ആ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണം. 365 എന്ന് പറയുന്ന 4 yearsൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് നോൺ റെസിഡന്റിന്റെ കേസാണ്. നോൺ റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റിന്റെ കേസ് പറയുകയാണ്. നോട്ട് റെസിഡന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ, ആൻ ഇൻഡിവിജ്വൽ വിൽ ബി കൺസിഡർഡ് നോൺ ഓർഡിനറി റെസിഡന്റ് ഇഫ് ദേ മീറ്റ് 1-2 കണ്ടീഷൻ പാർട്ട് 1 ബേസിക് കണ്ടീഷൻ, ബട്ട് നോട്ട് ബോത്ത് ഇഫ് ദേ ഫുൾഫിൽ ഓൺലി 2 അഡീഷണൽ കണ്ടീഷൻ ഓഫ് പാർട്ട് 2. ഇപ്പൊ നോട്ട് ഓർഡിനറി റെസിഡന്റ് കേസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ബി കൺസിഡർഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ് ഒരു ഇൻഡിവിജ്വലെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദേ മീറ്റ് ഓൺലി 2 കണ്ടീഷൻസിലെ 2 കണ്ടീഷൻസിലെ പാർട്ട് 1 ഏതെങ്കിലും 2 കണ്ടീഷൻ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ പാർട്ട് 1 അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒന്ന്, ഇഫ് ദേ മീറ്റ് 1 ഓഫ് ദ 2 കണ്ടീഷൻ, 2 കണ്ടീഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ, അല്ലെങ്കിൽ ബട്ട് നോട്ട് ബോത്ത്, അല്ലെങ്കിൽ ഇഫ് ദേ ഫുൾഫിൽ ഓൺലി 1-2 അഡീഷണൽ കണ്ടീഷൻ, പാർട്ട് 2 അഡീഷണൽ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നോ ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ഇത് ഫുൾഫിൽ ചെയ്യാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോൺ റെസിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. നോൺ റെസിഡൻസ്
നോൺ റെസിഡൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഫെയിൽ ടു മീറ്റ് ദ ബേസിക് കണ്ടീഷൻ ഓഫ് പാർട്ട് 1, നമ്മുടെ പാർട്ട് 1 ബേസിക് കണ്ടീഷനിലെ ഇനി ഇവിടെ ബേസിക് നോൺ റെസിഡൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഫെയിൽ ടു മീറ്റ് ദ ബേസിക് കണ്ടീഷൻ ഓഫ് പാർട്ട് 1, they will be then they will be considered non-resident for the previous year, regardless whether they meet one or both of additional condition of a part 2. അപ്പം നോൺ റെസിഡന്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി മുകളിൽ പറഞ്ഞ അടിസ്ഥാന വ്യവസ്ഥകളിൽ ഒന്നും പാലിക്കുന്നില്ലെങ്കിൽ ആ സാമ്പത്തിക വർഷത്തേക്ക് ആ വ്യക്തിയെ താമസക്കാരനല്ലാത്തയാൾ ആയി കണക്കാക്കും. നമ്മൾ ബേസിക് കണ്ടീഷൻ പറഞ്ഞു, പാർട്ട് 1 ബേസിക് കണ്ടീഷനും പറഞ്ഞു, പാർട്ട് 2 അഡീഷണൽ കണ്ടീഷനും പറഞ്ഞു. ഇതൊന്നും ഫുൾഫിൽ ചെയ്യാത്തൊരു വ്യക്തിയെ നമ്മൾ നോൺ റെസിഡന്റ് ആയിട്ട് കണക്കാക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പദവി ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അതുപോലെ തന്നെ ഈ താമസ ദിവസം കണക്കാക്കുമ്പോൾ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന ദിവസം മുതൽ പുറത്തു പോകുന്ന ദിവസം വരെ പരിഗണിക്കും. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പം അപ്പൊ എന്താണ്, നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും പാലിക്കാത്ത വ്യക്തിയാണ് എന്ത് നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസ് ആണ്. നമ്മൾ പറഞ്ഞു ആസസി ടൈപ്സ് ഓഫ് ആസസി. ഇവിടെ ഓൾറെഡി പറഞ്ഞു ദ റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് the rules for determining residential status are divided into 4 groups ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റൂള് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് അസസി. സോ അസസിയുടെ ബേസിസിലാണെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഇൻഡിവിജ്വലിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഇൻഡിവിജ്വലിന്റെ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, അതുപോലെ തന്നെ പിന്നെ നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസ് ആണ്. നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസില് അതിനകത്ത് വരുന്നതാണ്, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഫേംസ്, അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഒക്കെ നോൺ കമ്പനി പ്ലൂറൽ എൻറ്റൈറ്റീസിൽ വരുന്നതാണ്. അപ്പൊ ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് non-company plural entities. This section cover the rule regarding the residential status of plural entities such as Hindu undivided family, FEMS or association of person. ഇതിന്റെ റൂൾ ഏതാണ്? 6 subsection 2 ആണ്. നേരത്തെ നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ 6 subsection 1 ആണ്. പിന്നെ അത് ബേസിക് കണ്ടീഷൻ വരുന്നത് 6 subsection 1 പിന്നെന്താണ് അഡീഷണൽ കണ്ടീഷൻസ് ഒക്കെ വരുന്നത് 6 subsection 6 ഇനി ഇവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ സെക്ഷൻ 6 subsection 2 ആണ്. The residential status of Hindu undivided family is determined 2 factors. 2 factors ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഒന്ന്, the location of the control and management of its affairs and residential status in Qatar.
ലൊക്കേഷൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, അവരുടെ ലൊക്കേഷൻ, അവരുടെ മാനേജ്മെന്റിന്റെ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ലൊക്കേഷനും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെയും ബേസ് ചെയ്തിട്ടാണ് അത് എന്താണ് അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. രണ്ട് ഫാക്ടർ, ഒന്ന് ലൊക്കേഷൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ്, അവരുടെ അഫയേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുന്ന ആ ലൊക്കേഷനും അതുപോലെ തന്നെ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ആണ് പറയുന്നത്. If the control and management of its affairs is wholly or partly situated in India during the previous year. ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് കൺസിഡേർഡ് ടു ബി ഓർഡിനറിലി റെസിഡന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർഡിനറി റെസിഡന്റ് ആണ്, ഇന്ത്യയിലെ ഓർഡിനറി റെസിഡന്റ് ആണെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇഫ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ് ആർ ഹോളി ഓർ പാർഷ്യലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, അപ്പൊ അവരുടെ അഫയേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യും മാനേജ് ചെയ്യുന്നതും ഒന്നല്ലെങ്കിൽ ഹോളി മുഴുവനായിട്ടും അല്ലെങ്കിൽ പാർഷ്യലി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് കർത്ത സാറ്റിസ്ഫൈ സർട്ടൻ കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 6 സബ്സെഷൻ 6A അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കർത്ത കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പൊ എന്താണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത് റെസിഡന്റ് ആണ് എന്ന് വെച്ചാല് ഒരു കണ്ടീഷനിൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഇഫ് ഇറ്റ്സ് മാനേജർ കർത്ത സാറ്റിസ്ഫൈ ദ ഫോളോവിങ്, ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയാണ് എന്ന് വെച്ചാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ അവരുടെ റെസിഡൻഷ്യൽ പദവി നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങളും നിയന്ത്രണങ്ങളും അവരുടെ മാനേജ്മെന്റ് ആൻഡ് കൺട്രോളും ഏത് സ്ഥലത്ത് നിന്നാണ് നടക്കുന്നതെന്ന് ആശ്രയിച്ചിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് റെസിഡന്റ് ആണ്, താമസക്കാരനാണ് എന്ന് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഇഫ് ദ മാനേജർ കർത്ത സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ ഓഫ് സെക്ഷൻ 6 സബ്സെഷൻ 6E, സെക്ഷൻ 6 സബ്സെഷൻ 6A അനുസരിച്ചിട്ട് എന്താണ് കർത്ത കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ദിസ് കണ്ടീഷൻ ഇൻക്ലൂഡ് ഹാവിംഗ് ബീൻ റെസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് two out of previous 10 years and having been India for total 730 days or more during the 7 years of preceding the year. If the Karta has died the period of stay in India, all the successive managers of the family will be added up. First പറയുന്നത് ഫസ്റ്റ് പോയിന്റ് മാറിപ്പോയി. ഒന്ന് റെസിഡന്റ് ആണ് എന്ന് പറയുന്നത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ നിയന്ത്രണവും മാനേജ്മെന്റും പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായോ ഇന്ത്യയിൽ നിന്നാണ് നടത്തുന്നതെങ്കിൽ അത് ഇന്ത്യയിലെ ഒരു താമസക്കാരനായിട്ട് കണക്കാക്കും. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതാണ് ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ്, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കർത്ത ഇന്ത്യയിൽ താമസിക്കുന്നില്ലെങ്കിൽ പോലും കാര്യങ്ങളുടെ നിയന്ത്രണം ഭാഗികമായി ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു താമസക്കാരനായിരിക്കും. അപ്പൊ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അതാണ് ഇഫ് ഇറ്റ്സ് മാനേജ് കർത്ത സാറ്റിസ്ഫൈ ദ ഫോളോയിങ്. ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പൊ കർത്ത താമസിക്കുന്നത് ഇന്ത്യയിൽ അല്ലെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം നിയന്ത്രണം ഭാഗികമായി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ അതിന് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ താമസക്കാരനായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നോൺ റെസിഡന്റിന്റെ കേസാണ് പറയുന്നത്. ഇവിടെ ഒരു
ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ നിയന്ത്രണം മാനേജ്മെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്താണ് നടക്കുന്നതെങ്കിൽ അത് നോൺ റെസിഡന്റ് ആയിരിക്കും. അപ്പോ ഇതിനകത്ത് ഫസ്റ്റത്തെ പോയിന്റില് എന്താണ് ഇവിടെ പറയുന്നത്, ഇഫ് ഇറ്റ്സ് മാനേജർ, ഇതിന്റെ കേസ് പറയുന്നത് ഒരു എന്താണ് ഇവിടെ ഇഫ് ഇറ്റ്സ് മാനേജേഴ്സ് കത്ത സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ ഓഫ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6A പറയുന്നത്, ദിസ് കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് ഹാവിംഗ് ബീൻ എ റെസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് ദ പ്രീവിയസ് 10 years and having been in India for the total of 730 days or more during the 7 years preceding that year. If the Karta has died, the period of the stay in India of all successive managers of the family will be added up. ഇതിനകത്ത് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രിസൈഡിങ് ഇയറില് പ്രിസൈഡിങ് എന്താണ് സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളില് കുറഞ്ഞത് 2 വർഷമെങ്കിലും കർത്ത ഇന്ത്യയിൽ താമസക്കാരനായിരിക്കണം. അതാണ് ഓർഡിനറി റെസിഡന്റിന്റെ ഒരു എന്താണ് ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഒരെണ്ണം നമ്മൾ പറഞ്ഞു, റെസിഡന്റിന്റെ കാര്യം പറഞ്ഞു. എന്താണ് റെസിഡന്റിന്റെ കാര്യം പറഞ്ഞത്, ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി നിയന്ത്രണവും മാനേജ്മെന്റും പൂർണ്ണമായോ ഭാഗികമായോ ഇന്ത്യയിൽ നിന്നാണ് നടത്തുന്നതെങ്കിൽ അത് ഇന്ത്യയിലെ ഒരു താമസക്കാരനായിട്ട് കണക്കാക്കും. അല്ലെങ്കിൽ എന്താണ് കർത്ത ചിലപ്പോൾ ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് അല്ലായിരിക്കും, പക്ഷെ അതിന്റെ കാര്യങ്ങളുടെ എല്ലാ നിയന്ത്രണവും ഭാഗികമായി ഇന്ത്യയിൽ നിന്നാണെങ്കിലും എന്താണ് നിയന്ത്രിക്കുന്ന കർത്ത ഇന്ത്യയിൽ താമസിക്കുന്നില്ലെങ്കിൽ പോലും കാര്യങ്ങളുടെ നിയന്ത്രണം ഭാഗികമായി ഇന്ത്യയിൽ നിന്നാണെങ്കിൽ എന്താണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി താമസക്കാരനായിരിക്കും. അതാണ് റെസിഡന്റിന്റെ കേസസിൽ പറയുന്നത്. നോൺ റെസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പൂർണ്ണമായും ഇന്ത്യക്ക് പുറത്താണ്, അതിനെയാണ് നമ്മൾ നോൺ റെസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓർഡിനറി റെസിഡന്റിന്റെ പറയുന്ന ഒരു കേസ്. പിന്നെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഓർഡിനറി റെസിഡന്റ് കേസസിൽ പറയുന്നത് സെക്ഷൻ എന്താണ് ബിയിൽ പറയുന്നത് എന്താണ്, പ്രസക്തമായ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 10 വർഷങ്ങളിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും കർത്ത ഇന്ത്യയിൽ താമസക്കാരനായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് കർത്ത എന്ത് ചെയ്യണം, പ്രസക്തമായ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 7 വർഷങ്ങളിൽ കർത്തയുടെ ഇന്ത്യയിലെ താമസം 730 ദിവസമോ അതിൽ കൂടുതലോ ആയിരിക്കണം. 7 വർഷത്തില് 730 ദിവസമെങ്കിലും കർത്ത ഇന്ത്യയിൽ താമസിക്കണം. 7 വർഷങ്ങളില്
പ്രിസൈഡിങ് പീരീഡിന്റെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള പ്രിസൈഡിങ് ഇയറിൽ. എന്താണ് പ്രസക്തമായ സാമ്പത്തിക വർഷത്തിന് തൊട്ട് മുമ്പുള്ള 7 വർഷം കർത്ത 7 വർഷത്തില് 730 ദിവസമെങ്കിലും ഇന്ത്യയിൽ കർത്ത താമസിച്ചു കഴിഞ്ഞാല് അതിന് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് പറയും. അതുപോലെ 10 വർഷത്തില് കുറഞ്ഞത് 2 വർഷമെങ്കിലും കർത്ത പ്രിസൈഡിങ് ഇയറിന്റെ തൊട്ട് മുൻപുള്ള പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിലും ഓർഡിനറി റെസിഡന്റ് ആണെന്ന് പറയും. ഇതാണ് അതിന്റെ കണ്ടീഷൻ. പിന്നെ ഒട്ടും ഇന്ത്യയിൽ താമസിച്ചില്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിട്ട് മാറും. സോ നമ്മുടെ ടൈം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ നമ്മളുടെ ടൈം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം.